ഈയിടെയായി ഞാനൊരു ചാനൽ ചർച്ച ശ്രദ്ധിച്ചു. അതിൽ ഇഷ്ടമുള്ളതുപോലെ നമുക്ക് വസ്ത്രം ധരിക്കാമോ എന്നതായിരുന്നു ചർച്ച. വസ്ത്രധാരണം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും വ്യക്തി സ്വാതന്ത്ര്യം ആണെങ്കിലും സമൂഹത്തിൻ്റെ നന്മയെയും നമ്മുടെ വ്യക്തിപരമായ മാന്യതയുടെയും മര്യാദയുടെയും ഭാഗമായി വളരെ മാന്യമായി വസ്ത്രം ധരിക്കുന്നതാണ് നല്ലത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബ്രെയിനില്ലേ, നമ്മുടെ ബ്രെയിൻ സിസ്റ്റം, അതിനൊരു ഇമോഷണൽ ബ്രെയിൻ എന്നും കൊഗ്നിറ്റീവ് ബ്രെയിൻ എന്നും പറഞ്ഞ് രണ്ട് പാർട്ടുകളുണ്ട്. ഇതിൽ ഈ ഇമോഷണൽ ബ്രെയിൻ ഒരു വ്യക്തിയുടെ 11 മുതൽ 14 വയസ്സ് വരെ ഉള്ള പ്രായത്തിൽ അത് മെച്ചുറാകും. ആസ് എ ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ നാച്ചറിൻ്റെ ഒരു ആവശ്യമാണ് അതിൻ്റെ മെച്യൂരിറ്റി. നമ്മുടെ കൊഗ്നിറ്റീവ് ബ്രെയിൻ സ്ട്രെങ്തൻ ചെയ്യുവാൻ അല്ലെങ്കിൽ പാകപ്പെടുവാൻ 18 മുതൽ 25 വയസ്സ് വരെ സമയമെടുക്കും. ഈ സമയത്തിനുള്ളിൽ ഒരു വ്യക്തിയുടെ കൊഗ്നിറ്റീവ് ബ്രെയിൻ സ്ട്രെങ്തൻ ചെയ്തില്ല എങ്കിൽ, ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് എത്തിയിട്ടില്ല എങ്കിൽ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓപ്പോസിറ്റ് സെക്സ് എന്ന് പറയുന്നത് ആണ് പെണ്ണ് എന്നത് മാത്രമാണ്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അമ്മ, സഹോദരി, അച്ഛൻ, ആങ്ങള, അമ്മാവൻ, അമ്മായി, ടീച്ചർ, അയൽപക്കക്കാരി, ഡോക്ടർ, നേഴ്സ്, ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്കൊന്നും ഏതൊരു പ്രാധാന്യവുമില്ല. ഒരു വ്യക്തി മാന്യമായി വസ്ത്രം ധരിച്ചാലും വസ്ത്രം ധരിക്കാതെ വന്നു നിന്നാലും അല്പവസ്ത്രധാരിയായി വന്നു നിന്നാലും കോഗ്നിറ്റീവ് ബ്രെയിൻ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അത് ആണായാലും ശരി പെണ്ണായാലും ശരി, അവൻ്റെ സെക്ഷൽ ഡിസിപ്ലിന് ഒരു കോട്ടവും വരില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ചുറ്റും കൊഗ്നിറ്റീവ് ബ്രെയിൻ സ്ട്രെങ്തൻ ചെയ്യാത്ത ഒത്തിരി ആൾക്കാരുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ബ്രെയിൻ ഡിസ്ഫങ്ഷനും ബിഹേവിയറൽ പ്രോബ്ലംസും ഉള്ളവരുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ സേഫ്റ്റിക്കും നമ്മുടെ മാന്യതയ്ക്കും സമൂഹത്തിൻ്റെ നന്മയ്ക്കും നല്ലതാണ് ഓരോ വ്യക്തികളും മാന്യമായി വസ്ത്രം ധരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊഗ്നിറ്റീവ് ബ്രെയിൻ, ഇമോഷണൽ ബ്രെയിൻ എന്നിവയെ പറ്റി. ഈ ഇമോഷണൽ ബ്രെയിൻ 11നും 14നും ഇടയിൽ സ്ട്രെങ്തൻ ആവും. ഇമോഷണൽ ബ്രെയിൻ്റെ അച്ചടക്കം എന്ന് പറയുന്നത് ഇവിടെ കോഗ്നിറ്റീവ് ബ്രെയിൻ്റെ മെച്യൂരിറ്റിയിലാണ് ഇരിക്കുന്നത്. കോഗ്നിറ്റീവ് ബ്രെയിനിനെ സ്ട്രെങ്തൻ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് സ്കൂള്, ഡിസിപ്ലിൻ, നമ്മുടെ വായന, നമ്മുടെ മതം, സംസ്കാരം, ഇതെല്ലാം നമ്മെ സഹായിക്കും നമ്മുടെ കോഗ്നിറ്റീവ് ബ്രെയിൻ സ്ട്രെങ്തൻ ചെയ്യുവാനായി.